നമ്മളെ വണ്ടിന്റെ വണ്ടി ഉണ്ടായി റെഡിയാ. അല്ല അപ്പൊ എത്രയായി? അതിപ്പം പുഷൊക്കെ മാറിയണി. ഒരു 4,500 തന്നാടി. ആവും ചേടാ, 4,500 അസ്കറൊക്കെ പണിക്കൂലി ഒന്നും കൂട്ടിയിട്ടില്ല. പിന്നെ പോളിസിനും അത്യാവശ്യം പൈസ വന്നിട്ടുണ്ട്. അതാണ് എന്റെ കിഡ്നിയൊക്കെ മാറ്റി വെച്ച് അസുഖങ്ങളൊക്കെ ഒന്ന് സുഖമായപ്പോ നമ്മൾ തന്നെ നേരാക്കാൻ തുടങ്ങിയില്ലേ. 35 ലക്ഷം രൂപ ഉണ്ടാക്കാൻ ഞങ്ങളൊക്കെ ഉള്ളു. ഇനി അതിന് പറക്കരുത് കേട്ടോ. എന്റെ പൈസ തന്നെ നമുക്ക് വേണ്ട, ഗൂഗിൾ പേ ചെയ്തോളാം. എന്താ അസ്കറാക്ക ആകെ മൂഡ് ഓഫ് ആണല്ലോ. ഞാനാണെങ്കിൽ ആ സമയത്ത് അങ്ങനെ പറഞ്ഞും ചെയ്ത്. എന്നോട് പ്രതിപേട്ടൻ പറഞ്ഞേ നിങ്ങളാ പറഞ്ഞതാ സുധീഷേട്ടന് ഭയങ്കര ഇടങ്ങേറായിരുന്നു. അപ്പൊ ഇറങ്ങിയിരിക്കുന്ന വർഷാപ്പ് മൂപ്പര് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ട്രീറ്റ്മെന്റും മരുന്നും അങ്ങനെ എല്ലാം കൊണ്ടും പൊട്ടിപ്പാളീസായിട്ട് നിൽക്കുന്ന മനുഷ്യനാണ്. നമ്മൾ ആ ഓപ്പറേഷന്റെ സമയത്ത് ആ 35 ലക്ഷം രൂപ റെഡിയാക്കി കൊടുത്തതല്ലേ. പക്ഷെ എന്നെ ഇവിടുന്ന് അങ്ങോട്ടും മുപ്പത്തി ജീവിക്കണ്ടേ, ഒരു കുടുംബല്ലേ. 2 ആഴ്ച കൂടുമ്പോഴുള്ള ചെക്കപ്പ്, പിന്നെ അച്ഛന് സുഖമില്ലാതെ ഇറക്കാണ്, മക്കളെ പഠിത്തം, ഫാമിലി എല്ലാം കൂടെ വരുമ്പോ 2 അറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഒരു പെടാപ്പാടുണ്ടല്ലോ. ആ പെടാപ്പാട്ടിന്റെ പ്രയാസം കൊണ്ട് ഇപ്പൊ ജോലിക്ക് വന്നു തുടങ്ങിയതാണ്. ഡോക്ടർ പറഞ്ഞ ടെസ്റ്റിന്റെ പീരീഡ് കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോ എനിക്ക് തോന്നുന്നില്ല ആ പറഞ്ഞ സംഖ്യ കൂടുതലാണ് എന്നുള്ളത്. അങ്ങനെ എല്ലാവരും മനസ്സിലാക്കി മതി അസ്കറാക്ക. എല്ലാ പ്രശ്നം നടത്തി അസ്കറാക്ക സൊല്യൂഷൻ ആണ്. നിങ്ങളെ മുന്നേക്ക് വരാനുള്ള ചെറിയൊരു ചമ്മലോണ്ടാണ് നിൽക്കുക. സുധിയെ, ആ സമയത്ത് അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാടാ, സോറിടാ. അസ്കറാക്ക ആ സമയത്ത് നിങ്ങൾ ചെയ്തെന്ന ഉപകാരം എന്റെ ജീവിതകാലം ഞാൻ മറക്കൂല. നിങ്ങളൊക്കെ എന്റെ ഒരു ജ്യേഷ്ഠ പോലെ ഞാൻ കണ്ടത്. അസ്കറാക്ക അത് നിങ്ങളെ കൂടെ പറഞ്ഞപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയി.